ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നൊരു മീൻ കറിയാണ്. അയിലക്കണ്ണി അഥവാ കിരിയാൻ എന്നാണ് ഈ മീനിൻ്റെ പേര്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നേരത്തെ ഞാൻ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം 1/2 സ്പൂൺ കടുകിടാം. ഇനി കടുക് പയ്യെ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് 1/2 സ്പൂണിനേക്കാളും കുറവ് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഉലുവയുടെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഇത് അല്പം ചതച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും, പിന്നെ കുറച്ച് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ മീൻ ഇത്രയും മതിയായിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിവിടെ ചേർക്കുന്നത് 1.5 സ്പൂണാണ്. അപ്പോൾ 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് 2.5 സ്പൂൺ മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് എരിവ് കുറച്ച് മതിയുള്ളതുകൊണ്ടാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ കുടംപുളിയാണ് നമ്മൾ ചേർക്കുന്നത്. നേരത്തെ ഒരു 4 ചെറിയ കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം പിന്നെ ചേർത്തിരിക്കുന്നത് തക്കാളിയാണ്. 1 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിക്കുള്ള അരവെല്ലാം നന്നായി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഉപ്പാണ്. 1/2 സ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം അല്പം കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ ഞാനിവിടെ ചേർക്കുന്നത് 1/4 കപ്പ് വെള്ളമാണ്. ഇതാ കുറച്ചും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ 1/4 കപ്പ് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണിത്. ഇനി ഈ മീൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 1/2 കിലോ മീനും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കണം. ഇപ്പം മീൻ എല്ലാ ഭാഗത്തും നമ്മളൊന്ന് അരവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ചട്ടി ഒന്ന് എടുത്തിട്ട് അല്പം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഇത് കുറച്ച് സമയം വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പം കുറച്ച് സമയം കൂടി നമുക്കൊന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് തുറന്ന് വെച്ച് കുറച്ച് സമയം കൂടി വേവിക്കണം. അതുകൊണ്ട് കുറേ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഒത്തിരി സമയം നമ്മൾ മൂടി വെച്ചാൽ നമ്മൾ ആ മൂടിയിലുള്ള വെള്ളം കൂടി നമ്മൾ മീനകത്തേക്ക് പോയിട്ട് വെള്ളം വറ്റാതെ വരും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇത് മൂടി തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതേ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. മീനിൻ്റെ വെള്ളമൊക്കെ വറ്റി മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.